بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രപഞ്ചനാഥനായ അള്ളാഹു മനുഷ്യരുടെ മാർഗദർശനത്തിനായി അവതരിപ്പിച്ച മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പ്രവാചകന്മാരിൽ പലർക്കും തങ്ങളുടെ വിശ്വാസ്യതയ്ക്കായി അള്ളാഹു പല അമാനുഷിക ദൃഷ്ടാന്തങ്ങളും നൽകിയിരുന്നു. അപ്രകാരം നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. അത് എക്കാലവും നിലനിൽക്കുന്നതും കാലം ചെല്ലും തോറും അതിന്റെ തെളിമ വർദ്ധിച്ചു വരുന്നതുമാണ്. എങ്ങനെയാണ് ഒരു ഗ്രന്ഥം ഇത്ര വലിയ മഹാ അത്ഭുതമാവുന്നത്? അതെ, അതിലെ നിയമസംഹിതകൾ, ശാസ്ത്രീയ സത്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ എന്നുവേണ്ട ഓരോ കൽപ്പനകൾ പോലും മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും ഏറെ വിഭിന്നമാണ്. സൽബുദ്ധിയോടെ ചിന്തിക്കുന്നവർക്ക് അത് ഏറെ ഗുണപാഠങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന്, വെറും 4 വചനങ്ങൾ കൊണ്ട് ഈ ഭൂമുഖത്തെ സകല മനുഷ്യരുടെയും സ്വത്തവകാശം അള്ളാഹു വ്യക്തമാക്കുന്നു. റബ്ബിനല്ലാതെ മറ്റാർക്കും കഴിയില്ലിത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകം വളരെ ശൈശവദശയിലായിരുന്ന 7-ാം നൂറ്റാണ്ടിൽ ഭ്രൂണ വളർച്ച, തേനീച്ച, കന്നുകാലി എന്നുവേണ്ട 8 കാലി വല വരെ അതിൽ പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട്. എന്നിട്ടും വിമർശകർക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ ഒരു തെറ്റിനും അതിലിടം കൊടുത്തില്ല. അറബി സാഹിത്യ രംഗത്ത് അതിന്റെ ഉത്തുംഗതയിൽ വിരാജിച്ചിരുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ അറബികൾ. അവരെയാണ് ഖുർആൻ വെല്ലുവിളിക്കുന്നത്. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിന്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങളുടെ സഹായികളെ എല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ. എന്തിനേറെ പറയുന്നു, മക്കയിലെ മഹാകവികൾ അടങ്ങുന്ന മുശ്രിക്കുകൾ എന്നുവേണ്ട അറബി ഭാഷ നിഘണ്ടു രചിച്ച ജൂതനടക്കം ലോകത്തിന്നേ വരെ ആർക്കും ഈ വെല്ലുവിളിയെ അതിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഈ ഗ്രന്ഥം ലോകം ശ്രവിച്ചത് കേവലം നിരക്ഷരനായ അൽ അമീൻ എന്നു ഖ്യാതി നേടിയ ആ പുണ്യ പ്രവാചകനിൽ നിന്നാണ് എന്നത് അതിന്റെ അമാനുഷികതയ്ക്ക് മാറ്റുകൂട്ടുന്നു. 1400-ലേറെ വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും അതിന്റെ ഭാഷയും ശൈലിയും എല്ലാം അതിനൂതനമായി തന്നെ നിലനിൽക്കുന്നു. ഒരു വള്ളി പുള്ളിക്ക് പോലും മാറ്റം വരുത്താൻ എതിരാളികൾക്ക് വരെ ഇന്നോളം സാധിച്ചിട്ടില്ലാത്ത ഒരു മഹൽ ഗ്രന്ഥം. ഇവിടെയാണ് ആ വിശുദ്ധ വചനം ഏറെ പ്രസക്തമാവുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ഖുർആനിനെ നാം ആണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ആകാശത്തുള്ളവൻ നമുക്കായി ഇത്തരം ഒരു മഹനീയ ഗ്രന്ഥം ഇറക്കി തന്നിട്ടും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളായി നാം അതിനെ അവഗണിക്കുമ്പോൾ ഖബറിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന ഒരു വൻ പാപമാണ് ചെയ്യുന്നതെന്ന കാര്യം നാം വിസ്മരിക്കരുത്. ദോഹയിൽ അങ്ങോളം ഇങ്ങോളം പല പണ്ഡിതന്മാരുടെ ഖുർആൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ പതിവായി പങ്കെടുത്ത് ആ മഹത് വചനങ്ങളുടെ ആശയം പഠിച്ചറിയലും പഠിപ്പിക്കലും നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ. ആ ഉത്തമരിൽ ഉൾപ്പെട്ടുകൊണ്ട് പരലോകത്ത് ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.